തങ്കഭസ്മക്കൂറിയിട്ട് തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച വ്രതം ഞാൻ ഇന്നു മുടക്കാൻ പറ്റത്തില്ലല്ലോ. തിങ്കളാഴ്ച അണ്ണാച്ചിക്ക് പൈസ കൊടുക്കാനുണ്ട്. അവനെ വിളിച്ചിട്ട് രാവിലെ ഞാൻ പോയി മുങ്ങിയെന്നാ. സന്ധ്യ ഇനി വരത്തില്ലായിരിക്കും. എന്നാലും കുഴപ്പം. ഇവളവിടെ പോയി കിടക്കുന്നത് ത്രിസന്ധ്യ സമയത്ത് വിളക്ക് വെക്കേണ്ട സമയത്ത് അവൾ ഇല്ല. ഒരു കാര്യം ചെയ്യാം, പയ്യനാരുമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ഇതൊക്കെ വാർത്തകളാ. അല്ല, നേരം വെളുത്തപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യനാണല്ലോ. സന്ധ്യ നേരം വരെ എവിടെ പോയി കിടന്ന്? സമയം കിട്ടിയ ഉടനെ ഒരു പത്രം വായന, അല്ലെങ്കിൽ ഒരു മൊബൈൽ എടുത്ത് തോണ്ടിക്കൊണ്ടിരുത്ത, അല്ലെങ്കിൽ കവല നിരങ്ങാൻ പോക്ക്. നിങ്ങൾ എന്തോ മനുഷ്യ പത്രത്തിൽ ഇങ്ങനെ കിടന്നങ്ങ് നോക്കാൻ? ഞാൻ ലോട്ടറി നോക്കുക. അല്ല, നിങ്ങൾ ലോട്ടറി എടുക്കത്തില്ലല്ലോ. അല്ലടി, ഈ ലോട്ടറി എടുക്കുന്നവർ ഇവിടെ എന്തുവാ നോക്കുന്നെന്ന് അറിയാൻ വേണ്ടിയാണ് ഒന്ന് നോക്കിയത്. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ വെറുതെ ഈ കുറ്റി അടിച്ച് ഇങ്ങനെ ഇരുന്ന് ഇല്ലാത്ത രോഗം വലിച്ചു നോക്കാം. നിങ്ങൾക്ക് ശരീരം വീർത്ത് എന്തെങ്കിലും ചെയ്തൂടെ മനുഷ്യ? എടി, കഴിഞ്ഞ ആഴ്ച ഞാൻ വീർത്തില്ലടി, നല്ല വെട്ടി വീർത്തല്ലേ. ഞാൻ കണ്ടില്ലേ? എങ്ങനെ വീർത്ത്? ഞാൻ ആവി പിടിച്ചപ്പോ വെട്ടി വീർത്ത്. ആവി പിടിക്കുമ്പോ വീർക്കുന്ന കാര്യമല്ല പറഞ്ഞേ, ശരീരം അനങ്ങി വീർക്കണമെന്ന്. നിങ്ങൾ ഇങ്ങനെ അനങ്ങാപ്പാറയായിട്ട് ഇവിടെ ഇരുന്ന് ലാസ്റ്റ് ഈ വീട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാവും. ഞാനറിയാതെ എന്റെ വീട് ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനാ കൊന്നുകളെ. ഞാൻ ഇത് നോക്കി അവസാനം ടൂറിസ്റ്റ് കേന്ദ്രം ആവൂ. ഇത് അതെങ്ങനെയാ കൂടി? ഈ ചടയമംഗലത്തെ ജടായുപ്പാറ കാണാൻ വേണ്ടി ടൂറിസ്റ്റുകൾ വരുന്നു, അതുപോലെ ഈ അനങ്ങാപ്പാറ കാണാൻ വേണ്ടി ടൂറിസ്റ്റുകൾ വന്നോണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നീ അത് ടിക്കറ്റ് വെച്ച് ആളെ കയറ്റണം. പിന്നെ കുടുംബത്തേക്കൊന്നും ചെയ്തു തന്നില്ല എന്ന് പറയരുത്. അതും അങ്ങേരത് കച്ചവടമാക്കി മാറ്റുക. എന്നതിനകത്ത് വന്ന് കയറി അന്ന് മുതൽ മനുഷ്യൻ സന്തോഷം എന്തോന്ന് അറിഞ്ഞിട്ടില്ല. അറിയാവോ? ആരടി സന്തോഷം? ആരടി സന്തോഷം? നമ്മുടെ കുടുംബത്തിൽ 3 സന്തോഷം. ഈ 4ാമത്തെ സന്തോഷം ആരടി? ഇനി നിങ്ങൾ അടുത്ത ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കി എന്റെ മണ്ടേ കൊണ്ട്. അയ്യ, ഇവിടെ വാ തുറന്നു കഴിഞ്ഞാൽ ഉടനെ അയലോക്കാര് ഈ മതിലിന്റെ മേളിൽ ചെടിച്ചട്ടി നിരത്തി വെച്ചോരെ തലയെടുത്ത് മതിലിന്റെ മേളിൽ വെച്ച് ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നോണ്ടോ ഇവിടെ എന്തോ നടക്കുന്നതന്നെ. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കഥയില്ല. അമ്പാതിരി വേലയല്ലേ ഇവിടെ കിടന്ന് കാണിക്കുന്നത്. നിങ്ങൾക്കറിയാവൂ, ഇവിടെ ശാരദ ചേച്ചി പൈപ്പിന്റെ പൂട്ടി വെള്ളം എടുക്കാൻ വരുമ്പോ ഒന്ന് കാണണം. കൊതിയാവും എനിക്കും. എന്ത് അതിന് പൈപ്പിൽ വെള്ളമില്ലല്ലോ. അവരെടുക്കാൻ എങ്ങനെ പൈപ്പിൽ വെള്ളം വരും? വെള്ളം എടുക്കാൻ വരുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ വായിൽ കൂടെ അങ്ങ് വെള്ളം വരുമല്ലോ. ആ വെള്ളം ഉണ്ടെങ്കിൽ 3 വീട്ടിൽ ഒരാഴ്ച സുന്ദരമായിട്ട് കഴിയാം. ഞാൻ അതല്ല പറഞ്ഞത്. ചേച്ചിയുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാല, അതിൽ കിടക്കുന്ന ഒരു താലി കാണണം. ദൈവമേ, ഇതിന്റെ വെയിറ്റ് കാരണം ചേച്ചി ഇങ്ങനെ തല കുമ്പിട്ടാ നടക്കുന്നത്. എങ്ങനെയാ നടക്കുന്നത്? തല കുമ്പിട്ട്. നിങ്ങളുടെയൊക്കെ കഴുത്തിൽ താലി ഉണ്ടല്ലോ. റഷ്യ ചേച്ചി, നിങ്ങളുടെ കഴുത്തിൽ താലി ഇല്ലയോ? അത് താലിയാണോ? അത് ദോശക്കല്ലല്ലോ. കാരണം എന്റെ കഴുത്തിലും കെട്ടിയിട്ടിട്ടൊരു താലി പൂതക്കണ്ണാടി വെച്ച് നോക്കണം. അതും സ്വർണ്ണമല്ലത്, മുക്കുവണ്ടം ഇങ്ങനെ കൊണ്ട് കെട്ടിയതാ. മുക്കുവണ്ടം വെച്ച് അറിയാവോ? എടി, ആ മുക്കുവണ്ടം കെട്ടിയോണ്ട് നീ നാട്ടുകാരുടെ മുമ്പ് നെഞ്ചും പിരിച്ച് നെളിഞ്ഞല്ല നടക്കുന്നത്. നീ പറഞ്ഞ ആ ചേച്ചിയെ വെയിറ്റ് ഉള്ള സ്വർണ്ണത്തിന്റെ ഇട്ടോണ്ട് എങ്ങനെ നടക്കുന്നത്? ഇങ്ങനല്ലേ? അതുപോലെ നിനക്ക് നടക്കേണ്ട ഗതികേടുണ്ടാ. അപ്പൊ നീ മുക്കുവണ്ടത്തെ നീ ഒന്നും പറയരുത്, ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ കുറ്റി അടിച്ചിരിക്കുന്നത് എന്തെങ്കിലും ജോലിക്ക് ഇറങ്ങി പൊക്കൂടെ? എടി, അച്ഛന് കൊടുത്ത വാക്ക് ഞാൻ തെറ്റിക്കണം അല്ലേ? നിങ്ങൾ എന്തിനാ അച്ഛന് ചാക്ക് കൊടുത്തത്? ചാക്കെന്നാണോ പറഞ്ഞത്? അച്ഛന് ഞാൻ വാക്ക് കൊടുത്തെന്ന്. അച്ഛൻ പറഞ്ഞെന്താണെന്നറിയാവോ? നീ മരിക്കുന്നത് വരെ സുധാരമേശ്വരിയുടെ കൂടെ പണിക്ക് പോകണം. എന്നിട്ടാ നിങ്ങൾ സുധാരമേശ്വരിയുടെ പണിക്ക് പോകത്തത്? സുധാരമേശ്വരി മരിച്ചുപോയി. മനുഷ്യ, സുധാകരൻ മേശ്വരിയല്ലേ മരിച്ചു പോയിട്ടുള്ളൂ. വേറെ ഇഷ്ടംപോലെ മേശ്വരിമാർ ഇവിടെ ഇല്ല. അച്ഛന് കൊടുത്ത വാക്ക് മാറത്തില്ലടി. അപ്പൊ അച്ഛന് ശാന്തി കിട്ടുവാ? മരിച്ചു അച്ഛന് ശാന്തിയെ കിട്ടിട്ട് എന്തിനാ? അനാവശ്യം പറയരുത്. എന്താ അനാവശ്യം പറയുന്നത്? എന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നവർ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിട്ടല്ലേ നീ ശാന്തിയെ കൂടി പറയല്ലേ? ഉള്ള കാര്യമാ. എന്നിട്ടാണ് പാതിരാത്രിക്ക് അയലോക്കത്തെ വീട്ടിൽ തെങ്ങി പിടിച്ചു കെട്ടി നാട്ടുകാരടിച്ചത്. അതാ ഞാൻ പറയാം, അച്ഛൻ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കില്ലോ. കുരിച്ചുരുത്തി കൂമ്പിനിടിക്കാൻ നേരെ നിൽക്കാൻ സമയം കൊടുത്തില്ല ആൾക്കാർ. എങ്ങനെ കൊടുക്കും? അതല്ലേ ഗുണം. അതിന്റെ ബാക്കിയാ മോനും. പിന്നെ എനിക്ക് നിങ്ങളുടെ കൂടെ ഇവിടെ കിടന്ന് സംസാരിച്ചോണ്ട് നിന്നാ ഒക്കത്തില്ല. നേരം വെളുത്തം പോലെ അടുക്കള കിടന്ന് ഉണ്ടാക്കുമോ ഞാൻ? എനിക്ക് എവിടെങ്കിലും പോയി കിടന്ന് ഉറങ്ങണം. പോയി കിടന്നുറങ്ങണം. അല്ല, ഞാൻ നിങ്ങളുടെ ഇത് കേട്ടോണ്ട് ഞാൻ ഇതൊക്കെ കേട്ടാണ് ഈ മക്കള് വളരുന്നത്. അതിന് നമുക്ക് മക്കളുണ്ടോ? ഇല്ല. എങ്ങനെ ഉണ്ടാവാനാ? 24 മണിക്കൂറും ഫോണിനകത്ത് കൊണ്ടിക്കൊണ്ടിരുന്ന മക്കൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നാക്ക് ചൊറിഞ്ഞ് വരുന്നു. പോയി മനുഷ്യൻ കിടന്ന് കാണിക്കുന്നേ. എന്തൊരാളെ പറയാൻ ഇങ്ങനെ ഉണ്ടാ പെണ്ണുങ്ങൾ. റീൽസ്. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഈ രാത്രി നിങ്ങൾ തനിച്ചാണോ? നിങ്ങൾക്ക് മിണ്ടാൻ ആളില്ലേ? എങ്കിൽ വിഷമിക്കേണ്ട. 1 രൂപ മുടക്കൂ. ഈ ആപ്പിൽ കയറൂ. ബാക്ക് ആപ്പ്. പിന്നെ എവിടേക്കാണ് ആപ്പ് കയറാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വെറും 1 രൂപ മുടക്കൂ.
നിങ്ങൾക്ക് വെളുക്കെ വെളുക്കെ സന്തോഷവും സമാധാനവും ഞങ്ങൾ വാരിക്കോരിത്തരാം. വെറും 1 രൂപ മുടക്കി ഇപ്പൊ തന്നെ ബാക്ക് ആപ്പിൽ ജോയിൻ ചെയ്യൂ. ജീവിതം സന്തോഷകരമാക്കൂ. യോ ഇത് കൊള്ളാല്ലേ. 1 രൂപ മുടക്കിയാൽ ആപ്പിൽ കയറി സംസാരിക്കല്ലേ. 1 രൂപ പോണേ പോട്ടെ, എത്ര രൂപ കൊണ്ട് നമ്മൾ കളയുന്നു. കൊടുക്കാം. അയ്യോ അയ്യോ, അപ്പൊ ഇത് വെട്ടിപ്പല്ലിത്. തിരിച്ച് റിപ്ലൈ എവിടെയാന്ന്? ഓക്കെ, ഞാനൊന്ന് വിളിച്ചോട്ടെ. ഓക്കെ ആണെന്നാ? ഓക്കെ. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഈ രാത്രിയിലോ? ഗുഡ് മോർണിംഗ്. എന്തോ? ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ചേട്ടാ, ആ ചേട്ടന്റെ പേരെന്താ? എന്റെ പേരോ? ആ, ഓടയിൽ വേണു. അയ്യോ, എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? എന്തുവാ? ഓടയില് വേണ്ടിട്ട്? അതല്ലെന്നു, ഓടയിൽ വേണു. ആ, അത് ശരി, നല്ല പേര്. കുട്ടിയുടെ പേരെന്താ? എന്റെ പേര് മിനി. മിനി. ആ, മിനിയുടെ വീട് എവിടെ? എന്റെ വീട് കുന്നിക്കോടാണ്. കുന്നിക്കോട് എവിടെ? കുന്നിക്കോട് ഷാമ്പുമുക്ക് പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്ത്. അത് ശരി. ചേട്ടന്റെ വീട് എവിടെയാ? എന്റെ വീട് പുല്ലൂർ ബസ് സ്റ്റാൻഡിന്റെ പുറയില്. ബാത്റൂമിലാണോ? അല്ല, ബസ് സ്റ്റാൻഡിന്റെ പുറകിൽ ബാത്റൂം ആണേ. അതല്ലെന്ന്, അതിന്റെ അപ്പുറത്തൊരു വീടുണ്ടെന്ന്. ആണോ? ആ. അയ്യോ, അപ്പൊ നമ്മൾ അടുത്തടുത്ത സ്ഥലക്കാരല്ലേ? നമ്മൾ അടുത്ത, ഞാൻ വിചാരിച്ചു ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ആപ്പ് കിട്ടുമെന്നാ വിചാരിച്ചേ. അയ്യോ, ഒരിക്കലും. പക്ഷേ ഈ ആപ്പ് കൊള്ളാം കേട്ടോ. ഇത് ചേട്ടന് 100% വിശ്വസിക്കാം. വിശ്വസിക്കാം അല്ലേ? ആ. അല്ലെ, നമ്മള് സംസാരിച്ച് തീർക്കാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? നേരിലൊന്ന് കാണാം. അയ്യോ, നേരിട്ട് നിർബന്ധാണോ? ആ ശരി, കാണാം. എവിടെ വരണം? എവിടെ വരണം? നമുക്ക് ആലപ്പുഴ ബീച്ചിൽ പോയാലോ? അയ്യോ, അത് വേണ്ട. അതിനാ? അവിടെ ചിത്രരഞ്ജൻ എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, അതുകൊണ്ട് അവിടെ പോണ്ട. ആപ്പിനകത്ത് വരെ കയറി കടം പറയുന്നവനവൻ. പിന്നെ നമ്മളെവിടെ പോകും? നമുക്ക് കൊല്ലം ബീച്ചിൽ പോയാലോ? കൊല്ലം ബീച്ചിലാ? ആ. ഓക്കെ, അപ്പൊ നാളെ രാവിലെ 10 മണിക്ക്. പിന്നെ ആ. എന്നെ പറ്റിക്കോ? കുട്ടിയെ പറ്റിക്കാൻ കുട്ടി ഇന്നലെ കറി വെച്ച മീൻകറിയാണോ? അയ്യോ, ദൈവമേ, എന്തൊരു തമാശയാ! ഇത്രയും തമാശ പറയുന്ന ചേട്ടന് ഐറ്റ് വേറെ ട്രൈ ചെയ്തൂടെ? ഇല്ല, അവിടെ ഇതുപോലെ ചളിച്ച കോമഡി എടുക്കത്തില്ലെന്ന്. അപ്പൊ ചേട്ടന് അറിയാം എന്തായാലും. അപ്പൊ ശരി ചേട്ടാ, നാളെ രാവിലെ 10 മണിക്ക്. വെക്കല്ലേ വെക്കല്ലേ വെക്കല്ലേ. എന്താ? വെക്കല്ലേ. ആ, നല്ല സ്വപ്നങ്ങൾ കണ്ടു കിടന്നുറങ്ങുക. ആ. നല്ല നാളേക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. എങ്ങനെ? ഉമ്മ. ആരുമ്മ? ഷെജീറിന്റെ ഉമ്മ. ഷെജീറിനും രാത്രി വിളിക്കുന്നേ? ഷെജീർ ഇതുവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ. വന്നിട്ടില്ല വീട്ടിൽ. അതിന് വിളിച്ചു ചോദിക്കായിരുന്നു. ഷെജീറിനെ കാണാത്തോണ്ട് വിളിച്ചതാ. ആ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത് നിങ്ങള്. ഈ സംശയം ഇതാണ്. സംശയിക്കുന്നതാണോ? എന്റെ കൈ കിട്ടുമത് നോക്കിയോ? എന്താണ് ഈ പൂതനെ കണ്ടോണ്ടിരിക്കണ്ടല്ലോ. ഓ, ഈ ആപ്പിനോട് ഞാൻ സമ്മതിക്കണം. എന്ത് പരിപാടിയാ കാണിച്ചു നോക്കിയേ. 10 മണിക്ക് വരാന്ന് പറഞ്ഞാ 10-10:30 ഒന്ന് വിളിച്ചു നോക്കാം. എന്നാലേ ആപ്പ് പറ്റിക്കത്തില്ല. അതാ എന്റെ 1 രൂപ പോവുക. ഹലോ ഹലോ ചേട്ടാ, എവിടെ എത്തി? ഞാൻ ദേ ബീച്ചിലെത്തി. ആ, ചേട്ടാ എവിടെയാ? ഞാന് ആ, കൊടയുടെ താഴെ. കൊടയുടെ താഴെ ഇരിക്കാൻ ചേട്ടൻ എന്താ കൊടയുടെ പിടിയാണോ? ആ പിടിയെ പിടിച്ച് ഞാൻ കേറി വന്ന്. ഗ്ലാമറുള്ള ആമ്പിള്ളാരെ കണ്ടിട്ടില്ല. സ്വന്തമായിട്ട് പബ്ലിസിറ്റി അടിച്ച് ഇറങ്ങിയിരിക്കുക. എന്താ എന്താ? ഞാനിവിടെ ഒരാളെ കാണാൻ വന്നാ. ഞാനൊരാളെ കാണാൻ വന്ന എന്റെ വയലോട്ട് നോക്കാതെ അവിടെ പോയി നോക്ക്. ഈ ഞാൻ ഈ 1 രൂപ
എന്റെ കൊച്ച 1 രൂപ ഇപ്പൊ കളഞ്ഞിട്ട് നിൽക്കുക. അതിന്റെ ടെൻഷനിലാണ് ഞാൻ. എന്റെ കയ്യിലൊന്നുമില്ല. അതല്ല ഈ 1 രൂപയായിട്ട് വിളിക്കുന്ന ആപ്പിൽ നിന്ന് എന്നെ ഒരാൾ വിളിച്ചു ബീച്ചിൽ വരാൻ പറഞ്ഞു. അത് മിനി എന്താ ഇത്ര താമസം? 10 മണിക്ക് വരാന്നാണല്ലോ പറഞ്ഞത്. അതും ചേട്ടാ, ഞാൻ ഇങ്ങോട്ട് വരാൻ പോയപ്പോ അമ്മായിയമ്മ നേരെ വീട്ടിലോട്ട് പോരാൻ പറ്റുമോ? പിന്നെ അമ്മായിയമ്മേനെ അകത്ത് വിളിച്ചിരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചീത്തയും വിളിയായി. അങ്ങനെ ഞാൻ കുറ്റിയിട്ടിട്ട് നേരെ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോന്നു. അത്രേ ഉള്ളൂ. ഒരു കാരണം ഉണ്ടാക്കി എടുത്ത്. എന്തെങ്കിലും കാരണങ്ങൾ വേണ്ടേ? അത് ശരി. ചേട്ടൻ കുറേ നേരമല്ലേ ഇവിടെ? കുറേ നേരമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. യുവർ ആൻസർ വൃത്തിയോട് പറയില്ല. എന്ത്? എന്റെ കൂട്ടുകാരെല്ലാം അത് ഉപയോഗിക്കും. എന്ത്? ഞാൻ മാത്രം അത് ഉപയോഗിക്കും. ഏത്? ഇപ്പൊ എന്റെ മുഖത്തൊക്കെ ഈ ഹാൻസ് വെക്കുന്ന. അയ്യോ, ഞാൻ അതല്ല പറഞ്ഞത്. ചേട്ടൻ ബ്യൂട്ടിയാണെന്ന്. ഞാൻ ബ്യൂട്ടിയാണ്. ആ, ബ്യൂട്ടി രാജാ. എവിടെ കയറി പോണു? അല്ല, ഞാൻ പറയുന്ന ഒരു ഫ്ലോയ്ക്ക് പോയതാകട്ടെ. കുട്ടിയും ക്യൂട്ടിയാ. ചേട്ടൻ ക്യൂട്ടിയാണ്. 1 രൂപ പോയാലെന്താ? അതെ, കുട്ടിയുടെ കണ്ണെന്താ ഇങ്ങനെ ചുമന്നിരിക്കുന്നേ? അത് ഓരോരുത്തരന്മാര് രാത്രി കിടന്ന് ഇങ്ങനെ വിളിയോട് വിളിയല്ലേ നേരം വിളിക്കൽ. പിന്നെ എങ്ങനെ? അല്ല, അത് ഇങ്ങനെ ചേട്ടൻ ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടി ചാറ്റ് ചെയ്തല്ലോ. ചാറ്റ് ചെയ്ത് നേരം വിളിക്കണ അറിഞ്ഞില്ല. അതുകൊണ്ട് ഉറങ്ങിയില്ല ചേട്ടാ. അപ്പൊ അന്നിട്ട ആ പ്രൊഫൈലിലൊക്കെ കിടന്ന ഈ ഡ്രസ് അല്ലല്ലോ ഇത്. ഇതാരും മേടിച്ചെന്ന്? അത് ഇത് സുധീഷ് വാങ്ങിച്ചു തന്ന ഡ്രസ്സാ. അപ്പൊ ഈ മാലയോ? ഇത് ബിജു വാങ്ങിച്ചു തന്ന മാലയാ. അപ്പൊ ഈ കമ്മല? ഇത് സജ്ജി വാങ്ങിച്ചു തന്ന കമ്മലാ. ഭർത്താവൊന്നും തന്നില്ലേ? തന്നത് ഇപ്പൊ അംഗനവാടി പോയിരിക്കുക. ചേട്ടാ, ഞാനൊന്ന് ചോദിക്കുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത് ചേട്ടൻ. ചേട്ടൻ പാട്ട് പാടുമോ? ഞാനോ? ഞാൻ പാട്ട് പാടുന്നു. സംഗീതം അനന്തസാഗർ. അയ്യോ ലാലേട്ടൻ. അയ്യോ ലാലേട്ടന്റെ സൗണ്ട് ഇവിടെ എവിടെയോ ലാലേട്ടനുണ്ട്. ഞാൻ പറഞ്ഞു തരുന്നത്. അതെയോ? ഓ, എനിക്ക് വയ്യോന്ന് ഒന്നുകൂടി പറയൂ. സംഗീതം അനന്തസാഗരമാണ്. അത് തേടി ഞാൻ ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. എന്തിന് ചേട്ടൻ ഈ അലഞ്ഞു തിരിഞ്ഞിടുന്ന കഥയാണ് എന്റെ അടുത്ത് പറയുന്നത്? അതല്ലെന്ന് കൊച്ചാ, ആ പാട്ടിന്റെ ഫ്രണ്ടിലുള്ള സാധനമാണ്. അത് പറഞ്ഞിങ്ങനെ വന്നാലേ മറ്റേ ഹമ്മിങ് എടുക്കാൻ പറ്റും. ഓക്കെ പറഞ്ഞു. സബരോങ്കി സിന്ദഗി ജോ കഭി നഹി ഖതം ഹോ ജാത ഹൈ. എവിടെ ജാഥ? ആരോ മരിച്ചിട്ട് എന്തോ ജാഥ എന്ന് പറഞ്ഞു. അതാണ് ഞാൻ അതിന്റെ ഹിന്ദി പറഞ്ഞ കഭി നഹി ഖതം ഹോ ജാത ഹൈ. ഓ, ഹിന്ദി. ഹമ്മിങ്. ചേട്ടൻ, ഞാൻ ഒരു കാര്യം പറഞ്ഞു. ചേട്ടൻ ഇവിടെ എന്താ ഒരു പാട്? ഏത്? ഇവിടെ ഒരു പാട്. അത് ഉറുമി ഒന്ന് കൊണ്ട. അപ്പൊ കളരിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചിട്ടില്ല. വടക്കല സുമയുടെ ഭർത്താവ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുക്കള വെച്ച് പിടിച്ചു രണ്ടുപേരും. നോമിനി അടുക്കളയിട്ടില്ല, വർക്ക് ഏരിയ. പിന്നെ താങ്കൾക്ക് എന്തെങ്കിലും കഴിവുണ്ടോ പാട്ട്? അങ്ങനെ ഞാൻ നിർത്തും. ഇത് നിർത്തും. അപ്പൊ എന്തോ ദുശീലം ഉണ്ട്. എന്ത്? പിന്നെ ഇപ്പൊ പറഞ്ഞ എന്തോ നിർത്താൻ പഠിച്ചെന്ന്. അല്ലെന്ന്, ഞാൻ നൃത്തം കളിക്കുമെന്നാണ് പറഞ്ഞത്. നൃത്തങ്ങൾ നിർത്താതെ കളിക്കണം. അതാണ് നിർത്തി. ഡാൻസ് ഞാൻ പഠിച്ചിട്ടുണ്ടോ? ആ ശരി. ചേട്ടന്റെ എന്റെ അംഗോപാംഗം കണ്ടിട്ടുണ്ടോ? വന്നതല്ലേ ഉള്ളു, സമയമുണ്ടല്ലോ. അതല്ലെന്ന്, എന്റെ അംഗോപാംഗം ഡാൻസ് ചേട്ടൻ കണ്ടിട്ടുണ്ടോന്നോ ചോദിച്ചത്. കണ്ടിട്ടില്ലേ? അത് ഈ 1 രൂപയിലൊന്നും നിക്കൂല. 1 രൂപയിൽ നിക്കൂലെന്ന് ഞാൻ പറഞ്ഞല്ലേ. പിന്നെ 1 രൂപ ഇട്ട് 10 രൂപ എന്തിനായിട്ട്? എനിക്ക് അംഗോപാംഗം കാണണം. 10 രൂപ പോയാലും കുഴപ്പമില്ല. കണ്ടു ഞാൻ മിഴികളിൽ ആലോലമാം നിൻ ഹൃദയം. കേട്ടു ഞാൻ മൊഴികളിൽ കണ്ടു ഞാൻ. എന്ത്? നിങ്ങളുടെ മുതുക്ക് കൂത്താട്ടം ഞാൻ കണ്ടെന്ന്. നീ എന്താ ഇവിടെ? ഈ മണലിൽ കിടന്ന് നീന്താൻ വന്നതാ. നീ എന്താ ഇവിടെ? അല്ല, ഞാൻ വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പം വിചാരിച്ചൊരു ബക്കറ്റോട്ട് നീ കടലിലെ വെള്ളം ഒന്ന് കോരി പറ്റിക്കാൻ. അതിന് വന്നതാ. നിങ്ങളെന്താ ഇവിടെ? നീ കടലിലെ വെള്ളം കോരി പറ്റിക്കുമല്ലോ. അപ്പൊ അതിനകത്ത് മീൻ കാണുമല്ലോ. അത് മീൻ പിടിക്കാൻ വന്ന മത്സ്യകന്യകൻ. ആയിക്കോട്ടെ. ഇവളേതാ? നീ കടലിൽ വെള്ളം കോരി പറ്റിക്കുമല്ലോ. അപ്പൊ ഞാൻ പിടിക്കുമല്ലോ. ആ മീൻ മേടിക്കാൻ വന്ന മത്സ്യകന്യക. മത്സ്യകന്യകയും കൂടെ ഞാൻ വലയിട്ടിഞ്ഞ് പിടിച്ചു. കിടന്നുരുണ്ട് കളിക്കാതെ മര്യാദക്ക് പറ. മനുഷ്യ ഏതാ ഇവള്? ഏത്? ഇവളേതാന്ന്? ഈ ബീച്ചിൽ ഒരുപാട് പെൺപിള്ളേർ. അത് ഞാനെന്തിനാ പറയുന്നത്? ഈ ബീച്ചിലിരിക്കുന്ന മറ്റു പെൺപിള്ളേരുടെ കാര്യമല്ലോ ചോദിച്ചേ. ഇല്ല, കൊടയുടെ കീഴിലാരാ? കൊടയുടെ കീഴിൽ കമ്പി. കൊടയുടെ കമ്പി എടുത്ത് നിങ്ങളുടെ അണ്ണാക്കി ഞാൻ കുത്തിക്കയറ്റും. ആ കൊടയുടെയും കമ്പിയുടെയും കീഴിൽ നിൽക്കുന്ന ഈ പെണ്ണ് ഏതാന്നാ ഞാൻ ചോദിച്ചത്. ഇതാ? അതായത് അല്ല, ഞാൻ പറയാം. അതായത് പറയണ്ട. പറ മനുഷ്യ, ഇവളേതാ? ധാരാന്നല്ലേ? ആരാ? 1000 അപ്പച്ചിയുടെ മോള്.
ആയിരുന്നെങ്കിലേ അപ്പച്ചിയുടെ മോള്. നിങ്ങളുടെ ആയിരുന്നെങ്കിൽ അപ്പച്ചി കല്യാണം കഴിച്ചിട്ടുമില്ല, അവർക്ക് പിള്ളേരുമില്ല. ആ. പിന്നെ ഏതാ ഈ മോള്? ആയിരുന്നെങ്കിലും അപ്പച്ചി കല്യാണം കഴിച്ചിട്ടില്ല. അപ്പച്ചിക്ക് ഒരു ആങ്ങളയുണ്ടല്ലോ, അഞ്ചുതെങ്ങില്. അഞ്ചുതെങ്ങില് ആങ്ങളയുടെ മോള്. അപ്പച്ചിയുടെ ആങ്ങളെയാണ് നിങ്ങളുടെ അച്ഛൻ. ആ. നിങ്ങളുടെ അച്ഛന്റെ ഏക സന്തതിയാ നിങ്ങള്. ഇവളേതാന്നാ ഞാൻ ചോദിച്ചത്. ഈ ഞാൻ പറഞ്ഞില്ലേടി 3 തെങ്ങില്. ദൈവമേ, ഇതിനു വേണ്ടി തെങ്ങ് ഇവര് ഇവിടെ വെച്ച് പിടിപ്പിച്ചെന്നുള്ളതാ. നിങ്ങൾ തെങ്ങല്ലായിരുന്നു വെച്ച് പിടിപ്പിക്കേണ്ടത്, വാഴ വെച്ച് പിടിപ്പിക്കേണ്ടത്. അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു എന്ത്? വാഴ വെച്ചാൽ മതിയായിരുന്നു. മതിയായിരുന്നു. നിങ്ങൾ എല്ലാരും തെങ്ങ് വെക്കുകയും വാഴ വെക്കുകയും കൃഷി നടത്തിക്കോ. നിങ്ങൾക്ക് കർഷകശ്രീ അവാർഡ് ഞാൻ ഇപ്പൊ തരുന്നുണ്ട്. ഈ കർഷകശ്രീ ഏതാ? 2 തെങ്ങില്. ആണ്ടാ പിന്നെ തെങ്ങും കൊണ്ട് ഇവരുടെ കുടുംബത്തിൽ ഇതിനു വേണ്ടി തെങ്ങ് എവിടെ കിടക്കുന്നത് എനിക്കറിയത്തില്ല. പറയുമ്പോൾ ഇഷ്ടം പോലെ തെങ്ങുണ്ട്. ഇന്ന് വരെ അവരുടെ കുടുംബക്കാരുടെ ഒരാളുടെ വീട്ടിൽ നിന്ന് തേങ്ങ അരച്ചൊരു കറി ഞാൻ കൂട്ടിയിട്ടില്ല. ഇപ്പോഴും ചെറിയ ഉള്ളിയും മുളകും കൊടുത്ത അവർ ചോറുണ്ടെന്നത്. ആ കഥ എവിടെ നിൽക്കട്ടെ. ഇവിടെ ഏതാന്ന് പറയുന്നുണ്ടോ? ഞാൻ അവസാനമായിട്ട് പറഞ്ഞു ഒറ്റ തെങ്ങില്. അത് തീർന്ന്. ആ ഒറ്റ തെങ്ങ ഇത് മണ്ട അടച്ചു പോയി. ഇങ്ങോട്ട് മാറിയില്ലേ? ഇല്ലെങ്കിൽ ആ തെങ്ങിന്റെ മൂട്ടി ഞാൻ കുടിച്ചിട്ട് മാറി മനസ്സിലോട്ട്. ആരടി നീ? ആരടി നീ? ഞാൻ അഡ്മിൻ. എന്തിന്റെ അഡ്മിൻ? നിന്നെ കണ്ടപ്പോഴേ എനിക്കറിയാം നീ അഡ്മിൻ ആയിരിക്കും. അതായത് ചേച്ചി, ഇതുപോലെ ഭർത്താക്കന്മാര് പണിയൊക്കെ എടുത്ത് വീട്ടിൽ വരൂലേ, അവരെ സമാധാനം കൊടുക്കാതെ, അവരെ ഉറക്കാത്ത, അവർക്ക് ടെൻഷൻ കൂടുതൽ കൊടുക്കുമ്പോൾ അവരിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ആപ്പാണ്. ഈ ആപ്പിലേക്ക് 1 രൂപ ഇട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സന്തോഷവും സമാധാനവും രാത്രി തൊട്ടും രാവിലെ വരെയും കൊടുക്കും. അങ്ങനത്തെ ഒരു അഡ്മിനാണ് ഞാൻ. വെറും അഡ്മിൻ അല്ലടി നീ. പില്ലോ നമ്പർ 233 അഡ്മിൻ. അങ്ങനെ പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടി നീ ഈ ഭാര്യയുള്ള ഇവർക്ക് നിങ്ങൾ എന്ത് സന്തോഷവും സമാധാനം അടി കൊടുക്കുന്നേ? എടി നിനക്കൊരു കാര്യം അറിയാമോ? ഞങ്ങളെ പോലുള്ള സ്ത്രീകള് ഇവരെ പോലുള്ള ഒരു താലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ വീട്ടിനകത്ത് 4 ചുവരുകൾക്കുള്ളിലാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ജീവിച്ചു തീർക്കുന്നത്. അറിയാമോ നിനക്ക്? നേരം വെളുത്തെഴുന്നേറ്റ് അടുക്കളയിൽ കയറി സകലതും വെച്ചുണ്ടാക്കി ഇവർക്ക് സമയത്ത് ആഹാരം കൊടുത്ത് ഇവരുടെ കൂറ തുണികളും കഴുകിയിട്ട് വീട് മൊത്തം അടിച്ചു വാരി തൊഴിലുറപ്പിനും പോയിട്ട് വന്ന് രാത്രി ഈ മനുഷ്യൻ്റെയൊക്കെ മുമ്പിൽ ചെന്ന് ഞങ്ങളൊന്ന് നിൽക്കും. എന്തിനാണെന്നറിയാവോ? ഇങ്ങനെ വായിന്ന് നല്ലൊരു വാക്ക് കേൾക്കാൻ, ഇങ്ങനെ മുഖത്തൊന്നൊരു ചിരി കാണാൻ. അതെങ്ങനെ അന്നേരം ഒരു ഭാര്യമാരുടെ മുഖത്തൊക്കെ സമയമില്ല. എങ്ങനെ സമയം കാണും? 24 മണിക്കൂറും കുറെ ആപ്പും തുറന്നു വെച്ചോണ്ട് നിന്നെ പോലുള്ളവളുമാർ ഇരിക്കുമല്ലോ. നിന്നെയൊക്കെ ഉണ്ടല്ലോ വലിച്ചു കീറി ഉപ്പും എന്ത് ആർക്കാണേലും ഒരു ശരി പറ്റും, തെറ്റ് പറ്റുമെന്ന് ഓർമ്മിച്ചാ ശരി ഒരു തെറ്റ് പറ്റും. അങ്ങനെ പറ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. നീ ഇങ്ങനൊക്കെ കാണിക്കുന്നുണ്ടല്ലോ എനിക്ക് അങ്ങനെ സംഭവം ഇങ്ങനെ ഗതികേട് വന്ന്. അതുകൊണ്ട് ഇത് തെറ്റ് സമ്മതിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോവാം. എന്നിട്ട് നമുക്ക് കുടുംബമായിട്ട് നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാം. എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്ന നിങ്ങൾ? ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്ന പറഞ്ഞാൽ പുതിയൊരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്. കുടുംബമായിട്ട് എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാം. ആ ആപ്പ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. നിങ്ങളെ പോലുള്ള ഓമാരുടെ കയ്യിൽ ഈ മൊബൈൽ എന്ന് കിട്ടി അന്ന് മുതൽ ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾ കിടന്ന് കണ്ണീര് കുടിക്കാൻ തുടങ്ങിയതാ. ഇനി ഞങ്ങളൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഇതാണ്ടെ ഈ സാധനം നിങ്ങളുടെ നിന്ന് വാങ്ങിച്ച് എറിഞ്ഞു പൊട്ടിയരുതേ. ആപ്പിനെ എറിഞ്ഞ് തൊക്കല്ലേ പാവമാപ്പ്. ഞങ്ങളുടെ പാവമാപ്പ് നശിച്ചു പോയി. പാവം പിടിച്ച ആണുങ്ങൾക്ക് സമാധാനം കൊടുക്കുന്ന ആപ്പേ, ആപ്പേ, ഞങ്ങളുടെ ആപ്പ് നശിഞ്ഞു പോയി. നിങ്ങൾ എന്താ കണ്ടോണ്ടിരിക്കോ? ഇവക്കുള്ള മുതുക്ക് കൂത്താട്ടോ. പോ മനുഷ്യ വീട്ടിലോട്ട്. അപ്പൊ എന്റെ അംഗോഭാഗം കണ്ടു ചേട്ടാ. എന്റെ അംഗോഭാഗം നിന്റെ കൈ വെച്ചിരുന്നാ മതി. ഇനിയുള്ള കാലം മൊത്തം ഇങ്ങനെ എന്റെ അംഗോഭാഗം കണ്ട് ജീവിക്കും. അപ്പൊ ഞാനോ? നീയാ? ഊ അണ്ട മാമ ഊ അണ്ട മാമ. ഞങ്ങളുടെ ആപ്പേ. dum 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 dum